ജലവിഭവ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഡാമുകൾക്ക് ചുറ്റും ബഫർ സോൺ ഏർപ്പെടുത്തിയ തീരുമാനം മലങ്കര ജലാശയത്തിന് സമീപമുള്ള കുടുംബങ്ങളെ ദുരിതത്തിലാക്കുമെന്ന ആശങ്ക. ഡാമിന് സമീപത്തെ 6 പഞ്ചായത്തുകളിലെ 100 കണക്കിന് കുടുംബങ്ങളാണ് ഈ ഡാമിന്റെ മഴപ്രദേശത്ത് താമസിക്കുന്നത്. ബഫർ സോൺ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. മലങ്കര പ്രദേശത്തെ കർഷകരിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിലാണ് മലങ്കര ജലാശയം സ്ഥിതി ചെയ്യുന്നത്. തൊടുപുഴയാറിന് ഇരുവശമുള്ള സ്ഥലം സർക്കാർ ഏറ്റെടുത്താണ് അന്ന് മലങ്കര ജലാശയവും ഇതിന്റെ മഴപ്രദേശവും സ്ഥാപിച്ചത്. ഇതിനോട് ചേർന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കുടുംബങ്ങളടക്കം ഒട്ടേറെ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ജലസേചന വകുപ്പിന്റെ ഡാമുകളുടെ പരമാവധി സംഭരണ ശേഷിക്കും അപ്പുറം 20 മീറ്റർ ബഫർ സോണും തുടർന്ന് 100 മീറ്റർ നിർമ്മാണ നിരോധനവും കാരണം മലങ്കര ജലാശയത്തിന്റെ സമീപത്തെ 6 പഞ്ചായത്തുകളിലെ ജനങ്ങളാണ് പലായനം ചെയ്യേണ്ടി വരുമെന്നതിൽ ആശങ്കയുയർത്തുന്നത്. ബഫർ സോൺ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. യഥാർത്ഥത്തിൽ ജലവിഭവ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായി ഈ കടന്നുകയറ്റം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട് മലങ്കര ജലാശയവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും വലിയ പ്രശ്നം നിലനിൽക്കുന്നത്. മുട്ടവും കുടയത്തൂരും അറക്കുളവും അതിനപ്പുറം വെള്ളിയാമറ്റവും ആലക്കോടും ഉൾപ്പെടെയുള്ള 5 പഞ്ചായത്തുകളെ അതിൻ്റെ ഏകദേശം വരുന്ന ടൗൺ പ്രദേശങ്ങളെ പൂർണ്ണമായി ഈ ബഫർ സോൺ ബാധിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാധ്യതയിൽ നിന്നും ഉത്തരവാദിത്വത്തിൽ നിന്നും ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനും ഈ ഗവൺമെന്റിനും ഒഴിഞ്ഞു മാറാൻ സാധിക്കത്തില്ല. മലങ്കര ജലാശയത്തിന് ചുറ്റും കാച്ച്മെന്റ് ഏരിയ വനംവകുപ്പിന് വിട്ടു നൽകി പ്രവേശനമടക്കമുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം വരുത്തിയതിനു പിന്നാലെയാണ് ബഫർ സോൺ സ്ഥാപിക്കാനുള്ള നീക്കം. മലങ്കര റിസർവയറിന് ചുറ്റും താമസിക്കുന്ന മുഴുവൻ ആളുകളെയും ഏറെ ദോഷകരമായി ബാധിക്കാൻ പോകുന്ന ഈ നിയമത്തിനെതിരെ പ്രക്ഷോഭം ആരംഭിക്കാൻ ഒരുങ്ങിയാണ് പ്രദേശവാസികൾ. സാധാരണക്കാരായ ആളുകൾക്ക് ഒരു ലൈഫിൽ ഭവന പദ്ധതി ലഭിച്ചാൽ പോലും ലൈഫിൽ വീട് പണിയണമെങ്കിൽ പോലും ഈ 20 മീറ്റർ ചുറ്റളവിലാണ് മാത്തപ്പാറ അടക്കമുള്ള പ്രദേശങ്ങളിൽ അമ്പാട്ട് കോളനി, ശങ്കരപ്പള്ളി അടക്കമുള്ള ആളുകൾ ഇരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഉത്തരവ് പിൻവലിച്ചുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് ജീവിക്കുന്നതിനുള്ള സാഹചര്യം കോളനി പ്രദേശത്തെയും അതുപോലെ തന്നെ വലിയ ടൂറിസം സാധ്യതകളുള്ള മലങ്കര പോലെ ഒരു പ്രദേശത്ത് ആ ടൂറിസം സാധ്യതകൾക്ക് വിഘാതം ഏൽപ്പിക്കുന്ന ഈ ഉത്തരവ് പിൻവലിക്കണമെന്നാണ് നാട്ടുകാർക്ക് ആവശ്യപ്പെടാനുള്ളത്. കുടയത്തൂർ, മുട്ടം, ഇടവെട്ടി, ആലക്കോട്, വെളിയാമറ്റം എന്നീ 6 പഞ്ചായത്തുകളിലെ 1000-ലേറെ കുടുംബങ്ങളാണ് ഈ ഡാമിന്റെ മഴപ്രദേശത്ത് താമസിക്കുന്നത്. പുതിയ ഉത്തരവ് പ്രകാരം വീടുകളുടെ നവീകരണം, പുതിയ വീട് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ പ്രശ്നത്തിലാകും. ന്യൂസ് 18 ഇടുക്കി.